السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الحبيب الآل القليل من الجاه وعلى آله وصحبه وسلم تسليما بقدر الله في كل وقت وحين. أما بعد. മഹാനായ സുൽത്താൻ ആരിഫിൻ അഹ്മദ് കബീർ റിഫായി റളിയല്ലാഹു അൻഹു എത്രമാ ദീർഘകാലം 25 വർഷത്തെ കാട്ടിയാറ് ദീനിയായ ഇൽമു, എല്ലാ ഇൽമുടെ ഫന്നും, ഇൽമു ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത്, മഅരിഫത്ത് എല്ലാത്തിലും അഗാധമായ പാണ്ഡിത്യം, അഗാധമായ ഇൽമു പഠിച്ച വലിയ മഹാനായി. അതിൽ പിന്നെ അള്ളാഹുമായിട്ട് ദീനിൽ പഠിച്ചതിൽ പിന്നെ അള്ളാഹുമായിട്ട് ഇങ്ങനെ സാഹിദായിട്ട് അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇങ്ങനെ കാലം ചുറ്റുണ്ട്. എന്ത് കാരണം ഇങ്ങനെ ചുറ്റിട്ട് എന്താക്കണോ, അള്ളാഹുമായിട്ട് അങ്ങേറ്റം മുട്ടാവണോ. അള്ളാഹു മനുഷ്യന്മാരെ കണക്ഷൻ ഇല്ലാണ്ട് അള്ളാഹു മാത്രം 24 ഗಂಟೆ കൽബിൽ അള്ളാഹു മാത്രം ഇങ്ങനെ അലമാരി ആരും അലമാരി ആരും എന്തു കത്തിയില്ലാത്ത ബേങ്ങട ഇല എന്ന് നിൽക്കണം. ആ നിലയ്ക്ക് ഇങ്ങനെ പോയിട്ട് പറഞ്ഞാൽ ബഗ്ദാദ് എത്തിയിട്ട് ബഗ്ദാദിൽ ഒരു അണ്ടച്ചത്ര എല്ലാ ഫക്കീറന്മാരോടുള്ളാറ് ബേങ്ങട മനുഷ്യന്മാരെല്ലാവരും സാർവജനിക ഛത്ര. അത് അവിടെ എത്തിയിട്ട് ആറ് മഹാനായ സുൽത്താൻ ആരിഫീൻ കയ്യിലൊരു ബടിയുണ്ട്, കെട്ടുണ്ട്. ഒരു കെട്ട് തന്നിരത്ത് തന്നും എന്തെങ്കിലും സത്യത്തിൽ ഉറങ്ങുമെന്ന് വേണമല്ലേ എന്തുമാ ഒരു കെട്ടലുണ്ട്. അങ്ങനെ അവിടെ വെച്ചിട്ട് ബെത്തത്ത് ആ മതിലുകളുടെ ബെത്ത വെച്ചിട്ട് ബെത്തത്ത് ചാഞ്ച് വെച്ചിട്ട് അവിടെ കെട്ടിൽ നിന്ന് തന്നി എടുത്തിട്ട് ബാട്ടിലെടുത്ത് തന്നി കുടിച്ചിട്ടാകുമ്പോഴത്തും അവിടെ അഞ്ഞ് പിന്നെ ഫക്കീർ ബേരെടുത്ത അവൻ വന്ന് കേട്ടാൽ നിങ്ങൾ ആറുണ്ട് ചെന്ത് നാന് ഫക്കീർ ഭൂമി അല്ല റായ അർളുള്ള അള്ളാഹുടെ ഭൂമി എന്ത് ചെന്ത് അത് അവൻ കേട്ടപ്പോഴത്തേക്ക് ഇത് അവൾക്ക് ഭാര്യ അർസം വന്ന് ഓഹോ നീന് ഊട്ട പക്കാലേക്ക് ഇവിടെ നിൽക്ക് അവകാശമില്ല, ഇത് ഇവിടെ നിൽക്കും പോലെ ഇല്ല, ഇവിടെ നീ ഇതെല്ലാം സാർവജനിക അല്ല ഇതുകൂടെ എനിക്ക് കൂടുതലതല്ല ഇതിന്. കാരണം ഇത് എന്തല്ലേ ഭൂമി അറുള്ള അള്ളാഹുടെ ഭൂമി എന്തല്ലേ അത് അവനക്ക് ആയില്ല. അവനും ഇത് ഇവിടെ നിൽക്കുവാവില്ല എന്ന് ചെന്നപ്പോൾ ശേഷിച്ചെന്ത് ഇത് സാർവത്രിക മനുഷ്യന്മാരെ സാർവജനിക ബൈത്തുൽ മാലിൻ്റെ ഛത്ര. ഇത് ആർമിനെ ഇവിടെ ആർമിനെ ഈ കൂടെ ആർക്കും പാർട്ടിയുടെ ആർക്കും ഹക്കും ഇല്ല, ഒരുത്തർക്കും ഇല്ല. ഇത് ഒരുത്തർ സ്വത്തല്ല, ഇത് എല്ലാവരും സാർവജനികർ. ഇത് അത് ആർമിനെ ബറ ആർമിനെ പോക എന്നെല്ലാം ചെന്നപ്പോൾ അധിക പ്രസംഗം പൽക്കവരുന്നതിന് നിക്ക് ബെജ വെച്ച ഇപ്പോൾ അടി ഇടുണ്ട് അടി പോലും തിനി അവിടെ പോണ്ടോ എന്നവൻ ചെന്ന. അപ്പോൾ ആ ഷേഖ് ചെന്ന് ബെച്ച വെച്ച അടിയല്ല, ബെച്ച വെച്ച പത്തരിന്നതിന് നല്ലിന്ത്, ബെച്ച വെച്ച പത്തരിന്നെങ്കിൽ നല്ലിന്ത്. ഇതിക്ക് അത്ര ചെലവ് കൂടെ അവൻ ഇന്നത്തെ അർസ് അറിയത്ത്. അവൻ ചെന്ന ഇതിൻ്റെ അമ്മയുടെ അകമ്മ ഇവിടെ ബെച്ച വെച്ച പത്തര കിട്ടാവും. ആ അമ്മയുടെ അകമ്മ ഭാര്യ അഹങ്കാരക്കാരനെ ഇവിടെ പോണെടുത്ത് അവിടെ ഇല്ല എന്ന് ചെന്ന. അപ്പോൾ അതിൽ ചെന്ന് ನಾನು ಭಾರಿ ചുറ്റൊരു സുസ്തായിടെ నాకు എവിടെയും പോകും വേറെ ഇന്ന് പക്കയില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ പോകേണ്ടതും ഇല്ല, ഇത് സാർവജനികതല്ലേ, ഞാൻ ഇവിടെ പോകണ്ടമേ ഇല്ല എന്ന് ചെന്നപ്പോൾ അവിടെ നിന്ന് മനുഷ്യന്മാരില്ല ബാക്കി ചെന്മാരില്ലെന്നാറില്ലേ അങ്ങെല്ലാം കിരപ്പം താങ്ങ ഉണ്ട് പിടിച്ചാറ് ആരെ അതിൽ ജോറാക്കണുണ്ട് ചെന്നാറ് നിൽക്കൂട്ര അതിലെ പറത്തിട്ട് നിൽക്കുന്നത് ആറ് ഹക്ക് തന്നു നിൻ്റെ ഇത് നിൻ്റെ അല്ലല്ലേ നിൻ്റെ അതുകൊണ്ട് നീ അയാളെ ഇവിടെ പോകുമല്ലോ, നിനക്ക് അധികാരമേ ഇല്ല. നീന് അയാളെ പോലെ നീನು ഇവിടെ നട്ടൻ്റെ വന്നവണു നീനിവിടെ ഇക്കണോണം വൈകുന്നവണു, അതുകൊണ്ട് നീನು അധിക പ്രസംഗം തോൽക്കാറ്റോ. ಅದಕ್ಕೆ ಅವ್ನು ಚೆನ್ನ ಅയാൾ ഭയങ്കര അധിക പ്രസംഗം പൽക്കവരല്ലേ, ಅದಕ್ಕೆ അങ്ങ് ചെന്നാൽ നീയല്ലേ ഫസ്റ്റ് പോയി നീ ആരും കേട്ടിട്ടല്ല പൽക്കവരെ കാട്ടിയോ എന്ന് ചെന്നിട്ടപ്പോൾ എല്ലാവരും അങ്ങ് ഒട്ടായപ്പോൾ അവനെന്തായ പണ്ട് പൂക്കൊണ്ട ಬಂದೈತಿ ಅವನು ಮುಂಡಂಡಿച്ച ഇന്ന് അവനക്ക് പലക്കവരെಗೂ ಇಲ್ಲ ಅಂತ. അങ്ങനെ ഷേഖ് അവിടെമേ അങ്ങനെയുള്ള സാധനം ഉറങ്ങും പോലെ അവിടെ ഉറങ്ങിത്ത് ഞങ്ങളതിൽ ഉറങ്ങിയ പോലെ ഉറങ്ങിയെടുത്തു. പാതിരാജാവു ഈ അധിക പ്രസംഗിയാക്കിയാണല്ലേ അവനക്കൊരു കിനാവ് കണ്ടത് ആറ് ഈ പൂട്ടർ പക്കാലിയാക്കൊണ്ട് ഊട്ട് നീക്കുന്ന പിടില്ല ചെന്നോളല്ലോ അവനക്ക് കിനാവ് കണ്ടിട്ടുണ്ട്. എന്ത് കിനാവു എല്ലാവരും പോലെ ആലിമുകൾ ഒരു കൂട്ടമേ ഉണ്ട്. സുബ്ഹാനല്ലാ വലിയ വലിയ ആലിമുകൾ എല്ലാവരും അള്ളാഹുടെ അങ്ങേറ്റം പേടിച്ചങ്ങ് വിളിച്ച് ചെല്ലപ്പെട്ടു. സുബ്ഹാനല്ലാ ಅದರ ಲೀಡರ್ ಆರ್ಗೊಂದುಂಡ ನಾನಿಪ್ಪ ಊಟ್ರ ಪಕ್ಕಗಾಲ ಹಾಕೋರು ನಿಂಗೆ ಊಟ್ರ ಬಿಡ್ಲ ನೀವು ಬೆಚ್ಚ ಅಡಿಕಿನ ಚೆನ್ನಲ್ಲೇ ಅಯಲ್ ನೋಡ್ಕೊಬತ್ತು ಆರು ಶೇಖ್ ರಿಫಾಯ್ ಸುಬ್ಹಾನಲ್ಲಾ ಅವರೆಲ್ಲರ ಲೀಡರ್ ಅಧ್ಯಕ್ಷ ಸ್ಥಾನದಲ್ಲಿ ಎಲ್ದಿಚ್ಚಿರಿ.
എല്ലാവരും അല്ലാഹുമ്മ റസൂൽ ഇഷ്ടപ്പെട്ട എല്ലാ ധാരാളം സംഭവം നടന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എല്ലാം നടന്നിട്ടെല്ല സംഭവിച്ച ആ മജ്ലിസ് തീരുമ്പോഴത്തേക്ക് ഒരാൾ വലിയ കുതിരൽ മഞ്ചന്ത് ആ ഷെയ്ഖ് ഭയങ്കര വിനയത്തോട്ട് വാളുകൾ നിങ്ങളെ അപമാനാക്കിയ ആളുണ്ടല്ലോ ഈ സത്രത്തിൽ, അയാൾ ഞങ്ങൾ കൊല്ലവും വന്നോ, അയാൾ ഞങ്ങൾ ഇപ്പോൾ തല എടുക്കട, നിങ്ങൾ അയാൾ തല എടുക്കട ഞങ്ങൾ എന്ന് ചെന്നപ്പോൾ ഷെയ്ഖ് എന്ത് ഇല്ല ഞാൻ നിങ്ങൾ തല എടുക്കുന്ന ആവിടില്ല, പരിശുദ്ധ ഖുർആൻ മാഫാക്കുക ചെന്നല്ലേ, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പൂർണ്ണമായി അതിലേക്ക് മാഫാക്കിയേ. അപ്പോൾ ആ ബന്ധം ചെന്നാലില്ല അതിൽ തലയുടെ സമയം എടുത്തില്ലെങ്കിലും അതിലേക്ക് എന്താണ് ശിക്ഷ കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഭയങ്കര അധിക പ്രസംഗമാക്കിയിട്ട് നിങ്ങളെ ഭയങ്കര നിസ്സാറാക്കിയത്, താസ്താറാക്കിയത്, ഇൻസൾട്ടാക്കിയത്, അതുകൊണ്ട് അതിലേക്ക് എന്ത് ശിക്ഷ കൊടുക്കണേ എന്ന് ചെന്നപ്പോൾ ഷെയ്ഖ് റിവാജ് എന്ത് ഇല്ല അയാൾക്ക് ആരും എന്ത് ശിക്ഷ ഒരഗത്യവും ഇല്ല, അയാൾക്ക് ശിക്ഷമില്ല, അയാൾക്ക് 4 ആഖിറത്ത് സമയത്ത് ശിക്ഷയില്ലാത്ത പോലെ പരിപൂർണമായി നിനക്ക് മാഫാക്കിര, അത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് പഠിച്ചതല്ലേ എന്ന് ചെന്ന് ഷെയ്ഖ് റിഫായി റളിയല്ലാഹു ഇതെല്ലാം കാണ്ടാരവണ് അധിക പ്രസംഗി കിനാവ് കണ്ടിട്ടുള്ളൂ. അത്രമേല അപ്പോൾ ചിലരോട് കൂടി ഒരാൾ വന്നിട്ട് അവർ കെട്ടുകൊടുത്തു എന്തോ ഇത് വെച്ച പത്തരങ്ങ ഇത് ಅದಕ್ಕೆ ಬೇಡമായ കൂട്ടുകൾ ഇതിലെ ഉണ്ട് എന്ന് ചെന്നിട്ട് അയാളെ കയ്യിൽ കൊടുത്തു. ഇതെല്ലാം കണ്ടിട്ടുള്ള ഈ അധിക പ്രസംഗി കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവന് പെട്ടെന്ന് ഹബറയിത്ത് നോക്കുമ്പോൾ എന്തോ സുബ്ഹാനല്ലാഹ് ഷെയ്ഖ് അതാഞ്ഞ ഉറങ്ങി ഉടമയും നെഞ്ചി നെച്ചിരയിൽ അയാളെ കയ്യിൽ വെച്ച റൊട്ടിയെല്ലാം ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ಅವನಿಗೆ ಇತ್ತು ಅಲ್ಲಾ ಇನ್ನು ಕಣ್ಣುಂಟಿಂದ ಕಿನಾವಲ್ಲ ಕಂಡಿದ್ದೆ ಎಲೆ ಮೇ ಎದುರಲ್ಲೇ ದಂಡ എതിരിലുണ്ടല്ലേ ഏല് അവനു അയാളെ മുട്ട പോയാ ആര് അവനു പോയി ചെന്നാൽ അതൊക്കെ നിങ്ങൾ മാഫാക്കറു, നിങ്ങൾക്കാരും മാഫാക്കില്ലെങ്കിൽ നണ്ട ഇപ്പം തലെടുക്കാത്താറ് ജാവ് നാവിപ്പോൾ കിനാവ് കണ്ട നണ്ട തല കൊത്തുക ആൾറെഡി നണ്ട എതിരിൽ നിന്നെന്ത് എന്ന് അവൻ ചെന്നാൽ അതുകൊണ്ടൊക്കെ നിങ്ങൾ പരിപൂർണമായി നിങ്ങൾ മാഫാക്കറു എന്ന് അയാളെ കാല് പിടിച്ചിട്ട് അവനെന്താക്കി മാഫ് കേട്ട ഷെയ്ഖ് ചെന്ത് റിഫാഷ് ഞാൻ നിനക്ക് മാഫ് മുതലേ ആക്കിയിട്ടായിട്ട് നിനക്ക് മുതലേ ഞാൻ മാഫാക്കിയിട്ടായിട്ട് എന്ന് ചെന്ത്. സുബ്ഹാനല്ലാഹ്. അവനും അങ്ങും അവിടെ നിന്ന് എല്ലാവരും അയാൾക്ക് നിന്ന് വെച്ച റൊട്ടിയുടെ എല്ലാവരും ചാര സമയത്ത് എല്ലാവർക്കും ಬಂತು, എല്ലാവർക്കും അത് ഹോസലോട് അല്ല റിഫാഷങ്ങളുടെ കറാമത്ത് എല്ലാവരും അവിടെ നിന്ന് എല്ലാവരും അവരിന്ന് എല്ലാവരും വരങ്ങിയ പിന്നെ എഞ്ചിൻസ് ഉപയോഗിക്കുന്നതിനും പോലെ എല്ലാവർക്കും വെച്ച റൊട്ടിയും ಅದಕ್ಕೆ ಬೇಡವಾಯೋ ചാറ് പദാർത്ഥ ഇത്. സുബ്ഹാനല്ലാഹ്. അവിടുത്തെ ഹക്ക് ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നമുക്കെല്ലാം നീ ബുദ്ധിയാറാക്കി തന്നുകൊണ്ട് നിൻ്റെ പുറത്തിലായിട്ട് ഭൂമിയുടെ മേലുള്ള ആരും കുരടിയാക്കണ്ട, ആരും ഇൻസൾട്ട് ആക്കണ്ട, ആരും നിസ്സാറാക്കണ്ട, ആരും താത്താട്ടെ, തങ്ങളെ കാട്ടി താത്ത ആരും ഇല്ലെന്നുള്ള നിനക്ക് പഠിച്ചവനെ സുൽത്താൻ റഹ്മാൻ കബീർ തങ്ങൾ ഹക്ക് ബറക്കത്ത് ജീവിക്കും. നമുക്ക് എല്ലാവർക്കും നീ ഭാഗ്യം നൽകി റഹ്മാനെ തങ്ങളെ കാട്ടി എല്ലാവരും അഫ്ളലായി കാണുകയുള്ള ആ വലിയ കൽബിയുടെ അടിത്തട്ടിൽ ആ മഹാഭാഗ്യവും നീ പ്രദാനം ചെയ്യുക അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.